അപ്പോൾ ഞാനൊരു ഓൺ വോയിസ് ആയിട്ട് വന്നിരിക്കുന്നതിൻ്റെ കാര്യം, എൻ്റെ ഒരു സന്തോഷം നിങ്ങൾ അറിയണമല്ലോ. യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം എന്ത് സന്തോഷമായാലും ദുഃഖമായാലും നിങ്ങളെ അറിയിക്കണമെന്നൊരാഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഒരു ഓൺ വോയിസ് വന്നിരിക്കുന്നത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ, എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ക്ലിക്ക് എന്നാണ്. ആ ഇൻസ്റ്റാഗ്രാമിൽ കുറേ സപ്പോർട്ടിങ് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അതിൽ പുലരി എന്ന് പറയുന്നൊരു സപ്പോർട്ടിങ് ഗ്രൂപ്പുണ്ട്. ആ സപ്പോർട്ടിങ് ഗ്രൂപ്പിൽ ഇടയ്ക്കിടയ്ക്ക് മത്സരവും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിൽ ചിലപ്പോഴൊക്കെ ഞാൻ വിൻ ചെയ്യാറുണ്ട്, മൊമെൻ്റ് കിട്ടാറുണ്ട്, ചിലപ്പം ഔട്ടാവാറുണ്ട്. അതിൽ നമുക്ക് ഔട്ടാവുന്നൊരു പ്രശ്നമില്ല, പക്ഷെ നമുക്ക് പുതിയ പുതിയ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റും അതിൽ. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ഫസ്റ്റ് ആനിവേഴ്സറി പുലരി സപ്പോർട്ടിങ് ഗ്രൂപ്പ് തുടങ്ങിയതിന് ശേഷം അത് ഒരു വർഷം ആനിവേഴ്സറി ആയിരുന്നു, ഒരു വർഷം തികഞ്ഞാണ്. അപ്പോൾ അന്ന് നമുക്ക് ഒരു ദിവസം ഫുള്ളായിട്ട് മത്സരം ഉണ്ടായിരുന്നു. 10 മണി തൊട്ട് ഒരു 7-7:30 വരെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പല പല കോമ്പറ്റീഷൻസാണ് ഉണ്ടായിരുന്നത്. അതായത് ക്വിസ് കോമ്പറ്റീഷൻ, സുന്ദരിക്ക് പൊട്ടിത്തട്ടൽ. അപ്പോൾ നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് ഈ ഫോണിൽ കൂടി സുന്ദരിക്ക് പൊട്ടിയത്? അതൊക്കെ അവർ അറേഞ്ച് ചെയ്ത്, അഡ്മിൻസാണ് അറേഞ്ച് ചെയ്തത്. അത് അഡ്മിൻസിൻ്റെ പേരെന്ന് വെച്ചാൽ ജിനീഷ് ഏട്ടൻ, ജൊമിനി ചേച്ചി, അഷ്റഫ് ഏട്ടൻ, ഉഷ ചേച്ചി. അപ്പോൾ ഇത്രയും പേരാണ് അതിൽ അഡ്മിൻസ്. പിന്നെ ഇഷ്ടംപോലെ മെമ്പേഴ്സ് ഉണ്ട്, എണ്ണമില്ല, അമ്മാതിരി മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ അന്നത്തെ ദിവസം കോമ്പറ്റീഷൻ നടത്തി, രാവിലെ മുതൽ വൈകിട്ട് വരെ. ഇടയ്ക്ക് ലഞ്ച് ബ്രേക്കൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കുക്കിംഗ് ടൈം എന്ന് വെച്ചാൽ പ്രത്യേകം ഇല്ലായിരുന്നു. നമ്മൾ ഈ കോമ്പറ്റീഷൻ പങ്കെടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഇത് കുക്കിംഗ് ഒക്കെ ചെയ്യും. അങ്ങനെ ഒരു ദിവസം അങ്ങനെ പങ്കെടുത്തു. ഓവറോൾ പെർഫോമൻസിൻ്റെ ബോയ്സിനും ഗേൾസിനും സെലക്ട് ചെയ്തായിരുന്നു. അതിൽ ഗേൾസിൽ എന്നെയാണ് സെലക്ട് ചെയ്തത് ഓവറോൾ പെർഫോമൻസറായിട്ട്. എന്നെയാണ് സെലക്ട് ചെയ്തത് വിന്നറായിട്ട്. എനിക്ക് ഒരുപാട് സന്തോഷം, പറഞ്ഞറിയിക്കാൻ വയ്യ, അമ്മാതിരി ഹാപ്പിനെസ്സാണ്. അപ്പോൾ അവർ എനിക്ക് മൊമെൻ്റ് അയച്ചു തന്നു. അപ്പോൾ അതെങ്കിൽ കാണണ്ടേ, യൂട്യൂബർ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത യൂട്യൂബേഴ്സിനെ എല്ലാവരും കാണിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ മൊമെൻ്റ് കാണിച്ചു തരാം. കണ്ടോ, ഞാൻ എൻ്റെ മൊമെൻ്റോ കണ്ടോ, പുലരി സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് ഫസ്റ്റ് ആനിവേഴ്സറി ഓവറോൾ പെർഫോമൻസ്. കൺഗ്രാറ്റുലേഷൻ, താങ്ക് യു സോ മച്ച്. എനിക്കിതുപോലെ പുലരി സപ്പോർട്ടിംഗ് ഗ്രൂപ്പിൽ നിന്ന് ഇഷ്ടംപോലെ മൊമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഉള്ളവരാണെങ്കിൽ എൻ്റെ ടീമിൽ മെസ്സേജ് ഇട്ടാൽ മതി, നമുക്ക് ഗ്രൂപ്പിൽ ആടാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പെർഫോമൻസ്, ചലഞ്ചിങ് റൗണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതവിടെ വന്നാൽ തന്നെ അറിയും. എല്ലാവരും അങ്ങ് പോന്നേക്കണം കേട്ടോ. ഇതുപോലത്തെ മൊമെൻ്റൊക്കെ നമുക്ക് പഠിക്കുന്ന കാലത്ത് വാങ്ങിക്കാൻ പറ്റാത്തവരാണെങ്കിൽ, എന്നെപ്പോലെ പഠിക്കാവുന്ന സമയത്ത് ഒന്നും വാങ്ങിച്ചിട്ടില്ല, എന്നാൽ നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ഇതുപോലുള്ള മൊമെൻ്റ് നമുക്ക് നേടാവുന്നതാണ്. അതിലേക്കായിട്ട് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലുള്ളവരാണെങ്കിൽ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്തതിന് ശേഷം പറഞ്ഞാൽ മതി, നമുക്ക് ആ ഗ്രൂപ്പിലോട്ട് ആവാം. നമുക്ക് പഠിക്കുന്ന സമയത്തൊന്നും കിട്ടിയിട്ടില്ലല്ലോ, വീട്ടിൽ നിന്ന് തന്നെ മൊമെൻ്റ് കിട്ടിയിട്ടുണ്ടോ? ഇതുപോലെ കുറേ മൊമെൻ്റോ എനിക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് ഒത്തിരി സന്തോഷം. പുലരി സപ്പോർട്ട് എനിക്ക് സന്തോഷമായി, നിങ്ങൾക്ക് സന്തോഷമായെന്ന് എനിക്കറിയില്ല. സന്തോഷമായവർ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പൊതുവേ കണ്ടുവരുന്നൊരു കാര്യമാണ്, നമുക്കിപ്പോൾ അറിയാമെന്നുള്ളവർ, ഇപ്പം നമുക്ക് റിലേറ്റീവ്സ് ആയിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, ആരും കേട്ടോ, നമ്മൾ അടുത്തറിയുന്ന ആരായാലും ഇപ്പം നമ്മളെ ഒരു വീഡിയോ കണ്ടാൽ ഫോളോ ചെയ്യത്തില്ല. എന്തുവാ, ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയില്ലേ, അതുപോലെയാണ്, ചെയ്യത്തില്ല. എന്നാൽ ഈ സ്ഥാനത്ത് ഞാനൊരു സെലിബ്രിറ്റി ആണെന്ന് വെച്ചോ, ഒരു സിനിമയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ഫേമസ് ആയിട്ടുള്ള ഒരു യൂട്യൂബറോ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്നെ ഫോളോ ചെയ്യുമില്ലേ നിങ്ങൾ? തീർച്ചയായും ചെയ്യും. എനിക്കുള്ള എന്ത് ഞാൻ കാട്ടം കാണിച്ചാലും നിങ്ങൾ എനിക്ക് ലൈക്കും കമൻറ്റും വന്നിടും. ആദ്യമേ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, ഇല്ലേ? അപ്പം നമ്മളെപ്പോലത്തെ സാധാരണക്കാർ, ഞാനൊരു സാധാരണക്കാരിയാണ്, നാളെ എന്താകും എന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പം എല്ലാവരും അങ്ങനെയാണ്. ഇന്ന് നമ്മളെങ്ങനെയാണോ നാളത്തെ കാര്യം നമുക്കറിയില്ല. ഇന്നെങ്ങനെയാണോ നമ്മളെപ്പോലത്തെ സാധാരണക്കാരെ ചെറിയ ചെറിയ വീഡിയോസ്, ഷോർട്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അവരെ വളർത്തുക എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനിപ്പം വലിയ വലിയ സെലിബ്രിറ്റീസും ഇപ്പം ഞാൻ ഫോളോ ചെയ്തു, നമ്മളതിന് ഫോളോ ചെയ്യണമെന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് സാധാരണ ആൾക്കാരെയൊക്കെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ വളർത്തുക. വളർന്നു പോയവരങ്ങ് പോട്ടെ, ഈ വളരാനുള്ളവർ വളർത്തുന്നതല്ലേ നല്ലത്, അല്ലേ? അപ്പം നിങ്ങളുടെ ഇഷ്ടം, ഞാൻ എൻ്റെ ഇഷ്ടമാണ് പറഞ്ഞത്.
നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടു എങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു. എനിക്കങ്ങനെ വീഡിയോസോ വ്ളോഗ്സോ അങ്ങനെയൊന്നും ചെയ്യാനൊന്നും അറിയത്തില്ല. എന്നിരുന്നാൽ പോലും പിച്ച വെച്ച് വരുന്ന ആൾക്കാരാണ്. എന്നെപ്പോലെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പം അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക, മുന്നോട്ട് കൊണ്ടുവരിക. നാളൊരു സമയത്ത് എന്തെങ്കിലുമൊക്കെ ആയാൽ എന്ത് ചെയ്യും അല്ലേ? പറയാൻ പറ്റില്ല. മോളിരിക്കണം തീരുമാനിക്കും. ഓക്കെ, ബൈ.